ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കാറുണ്ടോ? കാർഡ് ഉണ്ടാക്കാറുണ്ടോ? കാലിഗ്രഫി ചെയ്യാറുണ്ടോ? ജേണൽ ചെയ്യാറുണ്ടോ? ഇതിനെല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് പാറ്റേൺ പേപ്പർ. പാറ്റേൺ പേപ്പർ കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പാറ്റേൺ പേപ്പറിൽ തന്നെ ചെയ്ത് പഠിക്കണം എന്നില്ല. അതേ റിസൾട്ട് തരുന്ന പാറ്റേൺ പേപ്പേഴ്സ് നമുക്ക് കോഫിയിൽ ഉണ്ടാക്കാം. ഈ കോഫി പൗഡർ വെച്ച് ഉണ്ടാക്കുന്നതിൻ്റെ കളർ വേരിയൻസ് നിങ്ങൾക്ക് വാട്ടർ കളർ വെച്ചിട്ടും സ്കെച്ച് വെച്ചും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഫസ്റ്റ് ട്രൈ ഇറ്റ് വിത്ത് കോഫി. കാരണം കോഫി പൗഡർ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് പാറ്റേൺ പേപ്പറിന് പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കോഫി പൗഡർ വെച്ച് ചെയ്തൊരു ജേണലാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇതൊരു കാലിഗ്രഫി ഷീറ്റാണ്. അപ്പോൾ കോഫി പാറ്റേൺ പേപ്പേഴ്സ് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് പേപ്പർ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഡാർക്ക് കളറാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ലൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. ഫസ്റ്റത്തെ പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടൂത്ത് ബ്രഷിൻ്റെ സഹായത്തോടെയാണ്. ഈ ടൂത്ത് ബ്രഷ് നമ്മുടെ കോഫിയിൽ ഇങ്ങനെ മുക്കിയിട്ട് അതിൻ്റെ ബ്രിസിൽസ് ഉണ്ടല്ലോ, ബ്രിസിൽസിൻ്റെ അവിടെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് പേപ്പറിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് തെറിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാവും. കുറേ ഡോട്ട്സ് വേണമെങ്കിൽ കുറേ പ്രാവശ്യം സ്പ്രേ ചെയ്യുക. അത് കുറച്ച് മതിച്ചെങ്കിൽ ഒരു തവണയൊക്കെ സ്പ്രേ ചെയ്താലും മതിയാവും. നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഒരു പെയിൻറ്റ് സ്പ്രേ ചെയ്ത പാറ്റേൺ ആണ്. പോൾക്ക ഡോട്ടാണ് അടുത്ത പാറ്റേൺ. പോൾക്ക ഡോട്ട്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഡോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മാർക്കർ പെന്നാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബേസ് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഡോട്ട്സ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് പെന്നോ പെൻസിലോ എന്തിൻ്റെ ബേസ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ കുറച്ച് വലിയ ഡോട്ട്സാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി വലുത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ ക്യാപ്സോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഈ കോഫി എടുക്കുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്തത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. റാൻഡം ആയിട്ട് ഡോട്ട്സ് കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെ ഒരു ലൈനായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഫുൾ ഡോട്ട്സും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പോൾക്ക ഡോട്ട് പാറ്റേൺ പേപ്പർ റെഡി. ഇത് ഡ്രൈ ആക്കിയിട്ട് യൂസ് ചെയ്യാം. തേർഡ് പാറ്റേണിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പേപ്പർ കപ്പാണ്. ഈ പേപ്പർ കപ്പിന് പകരം നിങ്ങൾക്കൊരു ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ അടയ്ക്കുന്ന വശം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സെയിം പാറ്റേൺ, സർക്കിൾ പാറ്റേൺ കിട്ടും. ഇതിങ്ങനെ റാൻഡം ആയിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ ട്രൈ ചെയ്യാൻ പറ്റിയ ആക്ടിവിറ്റിയാണ്. കാരണം കോഫിയിൽ ടോക്സിക് സബ്സ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് സേഫാണ്. അവർക്കും ഒരു സന്തോഷമാവും നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുമ്പോൾ. ഫസ്റ്റ് ലെയർ ഓഫ് സർക്കിൾസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓവർലാപ്പിംഗ് സർക്കിൾസ് കൊടുത്താൽ പാറ്റേൺ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് ഏകദേശം കഴിഞ്ഞു. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പാറ്റേൺ ചെയ്യാനായിട്ട് കിച്ചണിൽ നിന്ന് നമ്മളൊരാളെ എടുക്കുകയാണ്. ഫോക്കാണ്. ഫോക്ക് യൂസ് ചെയ്തിട്ട് ഫോക്ക് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് ആദ്യം വെർട്ടിക്കലായിട്ടൊരു വര വരയ്ക്കുക. പിന്നെ നമ്മൾ ഹൊറിസോണ്ടലായിട്ടൊരു വര വരയ്ക്കുക. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇത് ഏകദേശം ഫിനിഷ് ആവാറായിട്ടുണ്ട്. നിങ്ങൾ ഇതന്നെ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഇമാജിനേഷനിൽ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് പല പാറ്റേൺസും ഫോക്ക് വെച്ചുണ്ടാക്കാം. അടുത്ത പാറ്റേണിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഏതെങ്കിലും പ്ലാസ്റ്റിക് കവറിൻ്റെ കഷ്ണമായാലും മതി. അതിങ്ങനെ ചുരുട്ടിക്കൂട്ടി കോഫിയിൽ ഡിപ്പ് ചെയ്യുന്നു, പേപ്പറിൽ പ്രസ് ചെയ്യുന്നു. ഏറ്റവും ഈസി ആയിട്ട് ചെയ്തൊരു പാറ്റേൺ മേക്കിംഗ് ആയിരുന്നു ഇത് കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞു. റിസൾട്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഫുൾ കഴിഞ്ഞപ്പോൾ ദേ ഇങ്ങനൊരു പാറ്റേൺ ആണ് കിട്ടിയത്. ഇത്
ഒട്ടും ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്താലും നമുക്ക് നല്ലൊരു പാറ്റേൺ ആണ് കിട്ടുക. അടുത്ത പാറ്റേൺ ചുമ്മാ ബ്രഷ് വെച്ചിട്ട് ഞാനൊരു സ്ട്രോക്ക് ഇട്ട് കൊടുക്കുകയാണ്. റെയിൻ ഡ്രോപ്സ് പോലെ ഇങ്ങനെ സ്ട്രോക്സ് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനൊരു പാറ്റേൺ എനിക്ക് കിട്ടി. ഇത് വളരെ എളുപ്പമല്ലേ? അടുത്ത പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിൽ കുറച്ച് കോഫി പൗഡർ വെള്ളത്തിൽ കലക്കുക. നല്ല ഡാർക്ക് കളർ കിട്ടണമെങ്കിൽ നല്ലോണം കോഫി പൗഡർ ഇടണം കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആഡ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോ ഈ കപ്പിലേക്ക് ഇട്ടിട്ട് ഊതുക. അപ്പോൾ നല്ലോണം ബബിൾസ് വരും. ആ ബബിൾസിൻ്റെ മേലെ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബബിൾ പാറ്റേൺ നമ്മുടെ പേപ്പറിൽ കിട്ടും. ഞാൻ കുറച്ച് കോഫി പൗഡർ ഇട്ടുള്ളൂ, അത് കാരണം കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ആ പാറ്റേൺ വന്നത്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ പാറ്റേൺ. ഡാർക്ക് കളർ താല്പര്യമുള്ളവർ കുറച്ച് അധികം കോഫി പൗഡർ എടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും കോഫി പൗഡർ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈഡ് പിക്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ അടുത്ത് 2 പേര് ഹായ് പറയാൻ പറഞ്ഞിരുന്നു. രശ്മി, രേവതി, ഹായ്. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രാഫ്റ്റ് വ്ലോഗ്.